നമ്മൾ ആദ്യം ഈ ദേശീയപാതയിൽ വിള്ളൽ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം കൂരിയാടാണ്. അവിടെ ആ ദേശീയപാത തകർന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. NHI നാഷണൽ ഹൈവേ അതോറിറ്റി അവിടേക്ക് പരിശോധനയ്ക്ക് വേണ്ടി അവരുടെ സംഘം എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഇവർ പരിശോധിക്കുന്നത്? അല്പസമയം മുൻപാണ് NHI നിയോഗിച്ച 3 അംഗ സംഘം കൂരിയാട്ടെ തകർന്ന ദേശീയപാത പരിശോധനയ്ക്കായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഇവർ എത്തുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ആ 3 അംഗ സംഘം എത്തിയിരിക്കുന്നു. ഇത് NHI നിയോഗിച്ചൊരു സ്വതന്ത്ര സംഘവുമാണ്. ഇവിടെ ഈ KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡിന്റെ മേൽനോട്ട ചുമതലയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. അവരോട് ചോദിച്ചു, ഇത് നേരിട്ട് കണ്ടുമൊക്കെയാണ് ഇവർ ഇതിന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തിയതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് ഇവരൊരു കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. അടുത്ത ദിവസം തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതും. അവർ പ്രധാനമായിട്ടും ഈ തകർന്നു വീണിട്ടുള്ള ദേശീയപാതയുടെ മുകൾ ഭാഗവും സർവീസ് റോഡ് നിൽക്കുന്ന താഴെ ഭാഗവുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ചതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ ഈ കൺസ്ട്രക്ഷൻസ് കമ്പനിയുമായിട്ട് അവർ ചോദിച്ചറിയുക. അതിനുശേഷം ഒരു പക്ഷേ നേരത്തെ വിള്ളൽ കണ്ടെത്തിയ മറ്റു സ്ഥലങ്ങളിലേക്കും ഈ സംഘം പോകുമെന്നും അറിയുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലുള്ള, അതായത് പ്രധാനമായിട്ടും ഇതിലൊരു ആശങ്കയായിട്ടും അശാസ്ത്രീയമായിട്ടൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം ഇവിടുത്തെ മണ്ണിന്റെ ഒരു ഗതിയായിരുന്നു. കാരണം വളരെ അത് വയൽ നികത്തിക്കൊണ്ടത് കെട്ടിപ്പൊക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് അശാസ്ത്രീയതയായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നത് അങ്ങനെയുള്ളൊരു മണ്ണ് ആദ്യ മഴയിൽ തന്നെ ആ മണ്ണ് അവിടെ നിന്ന് വലിഞ്ഞു നീങ്ങുകയും അതോടുകൂടി ഇത് തകർന്നടിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതടക്കം പരിശോധിച്ച് ഈ മണ്ണ് ഈ അനുയോജ്യമായ രീതിയിൽ തന്നെയാണോ ഈ ദേശീയപാത കെട്ടിപ്പൊക്കിയത്, കൃത്യമായിട്ടുള്ള കോമ്പാക്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നോ എന്ന കാര്യങ്ങളൊക്കെയാകും എന്തായാലും പ്രാഥമികമായി അവർ പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചർച്ച നടത്തി അവർ കണ്ടെത്തിയ കാര്യങ്ങളും അവർ ഈ പണി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഈ നിർമ്മാണ കമ്പനിയുടെ ആരെങ്കിലും ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ടോ? ഈ സ്വതന്ത്ര സംഘത്തെ ദേശീയപാത അതോറിറ്റി നിയോഗിച്ചു. അതല്ലാതെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഈ കരാർ കമ്പനിയുടെ ചുമതലയുള്ള ആളുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസവും ഇന്നും ഉള്ളത്. അവരോടാണ് പ്രാഥമികമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ കോഹിനൂരിലുള്ള KNRCL കമ്പനി, അവിടെ കരാർ കമ്പനി, അവിടെ എത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ അവർ തേടുന്നുമുണ്ട്. ഈ 3 അംഗ സംഘം കൃത്യമായ വിവരങ്ങൾ ഇവിടെ നിന്ന് തേടിയതിനു ശേഷം ആ റിപ്പോർട്ടാണ് സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നതിനെ കുറിച്ചും പരിശോധിക്കുന്നതിനെ കുറിച്ചുമെല്ലാം ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് പരിശോധന കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് അവർ സംസാരിക്കാൻ തയ്യാറാവുമോ എന്ന കാര്യവും നമ്മൾ നോക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻസ് കമ്പനിയുമായിട്ടൊക്കെ പല തവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചിരുന്നില്ല, ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. എന്തായാലും ഈ പരിശോധനയ്ക്ക് ശേഷം എന്തൊക്കെയാണ് അവർ വിലയിരുത്തിയിരുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.